ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് സ്കെയിലുകൾ ഏതൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്യാം. ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്കറിയാമല്ലേ. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വേ ഓഫ് തിങ്കിങ് ആണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ ഒരു ഈവൻറ്റിനോടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോടോ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ദെൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയിലുള്ള ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കുന്നു അതിനെ ബേസ് ചെയ്തെല്ലാം അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരാളുടെ അബ്സല്യൂട്ടായിട്ടുള്ള ടേംസിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റിയല്ല. പക്ഷേ അയാളുടെ ഒപ്പീനിയനിൽ നിന്ന് അയാൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്, അയാളുടെ റെസ്പോൺസിൽ നിന്നെല്ലാം നമുക്ക് ഏകദേശം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്താണെന്ന് നോക്കാം. An attitude scale is a specific type of questionnaire designed to produce scores indicating the intensity and direction of a person's feelings about an object or event. ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ക്വസ്റ്റിനെയർ. കുറേ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് അയാളുടെ ഒരു വ്യക്തിയുടെ ഒപ്പീനിയൻ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഈവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്നാണെന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ കൃത്യമായി സ്കോർ ചെയ്താണ്, മെഷർമെൻറ്റ് നടത്തിയാണ് നമുക്ക് ഈ ആറ്റിറ്റ്യൂഡ് ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് കൂടുതലായിട്ടും അയാളുടെ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ. ഇവിടെ ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ഡയറക്ഷനുള്ള ഒരാളാണോ നെഗറ്റീവ് ഡയറക്ഷനുള്ള ഒരാളാണോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. അതായത് സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്ന ഒരാളാണോ അല്ലെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്യുന്ന ഒരാളാണോ. അപ്പം എക്സ്ട്രീം ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി ഉള്ള ഒരാളാണോ അതോ നോർമലായിട്ടുള്ള ആവറേജ് ഇൻറ്റൻസിറ്റി ഉള്ള ഒരാളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ ഒപ്പീനിയനിൽ നിന്നും അയാൾ ചെയ്യുന്ന ടെസ്റ്റിൽ നിന്ന് ആറ്റിറ്റ്യൂഡ് സ്കെയിലിൽ നിന്ന് തന്നെ ആ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ആറ്റിറ്റ്യൂഡ് ഓഫ് എ പീപ്പിൾ ടുവേർഡ്സ് ആൻ ഐഡിയ, പ്രോഡക്റ്റ്, ആൻ ഈവൻറ്റ് ഓർ എ സിറ്റുവേഷൻ. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ. ഒരു ഐഡിയ, ആളുകളുടെ ഐഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനോട്, ഒരു ഈവൻറ്റിനോട്, ഒരു സിറ്റുവേഷനോടൊക്കെ എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ് ഒരു വ്യക്തിക്കുള്ളതെന്ന് കൃത്യമായി മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ആ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ ഈസ് എ ടൂൾ പ്രിപ്പയർഡ് ഫോർ ദ പർപ്പസ് ഓഫ് മെഷറിങ് പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ് ടു ആൻ ഇഷ്യൂ. ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനോട് എങ്ങനെയാണ് ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്നത്, ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻ ടു പ്രൊഡ്യൂസ് എ വാലിഡ് ഓർ ആക്യുറേറ്റ് മെഷേഴ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ സോഷ്യൽ ആറ്റിറ്റ്യൂഡിനെ കൃത്യമായിട്ട്, ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ടു അസസ് ദ ആറ്റിറ്റ്യൂഡ് ഓർ ബിലീവ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരാളുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, ബിലീവ്സ് എന്തൊക്കെയാണെന്ന്, ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണെന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. ആറ്റിറ്റ്യൂഡ് മെഷർമെൻറ്റ് പ്രധാനമായിട്ട് 2 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് മെഷർമെൻറ്റും ദ അതർ വൺ ഈസ് ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ്. ഡയറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യനെയറൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള അവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് എന്താ പറയുന്നത്, സ്ട്രോങ്ലി എഗ്രി മുതൽ സ്ട്രോങ്ലി ഡിസഗ്രി വരെയുള്ള അല്ലെങ്കിൽ ഒരു 5 പോയിൻറ്റ് സ്കെയിലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഏതാണ് അയാളുടെ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ ഒപ്പീനിയൻ, അതിനെ ബേസ് ചെയ്ത് ഡയറക്റ്റായിട്ട് നമ്മൾ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നു ഒരാൾക്ക് എന്തോരം ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇൻഡയറക്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ വ്യക്തി അറിയുക പോലും ചെയ്യാണ്ട് തന്നെയാണ് നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ആളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ട് ആ പിക്ചറിൽ നിന്ന് എന്ത് മനസ്സിലായത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമോ, അതല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുമോ, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ആ സിറ്റുവേഷനെ അതിനെപ്പറ്റി അവർക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ടൊരു അവസരം കൊടുക്കുകയൊക്കെ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ഡയറക്റ്റ് ആറ്റിറ്റ്യൂഡ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കണ്ടെത്തിയ മെത്തേഡാണ് തേഴ്സ്റ്റൺ സ്കെയിൽ എന്ന് പറയുന്നത്. തേഴ്സ്റ്റൺ സ്കെയിൽ വാസ് ദ ഫസ്റ്റ് ടെക്നിക് ടു മെഷർ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ടെക്നിക്. അതുപോലെ തന്നെ ഇത് കണ്ടുപിടിച്ച ആളെന്ന് പറയുന്നത് ലൂയിസ് ലിയോൺ തേഴ്സ്റ്റൺ എന്ന് പറയുന്ന അദ്ദേഹം 1928 കാലഘട്ടത്തിലാണ് ഈ തേഴ്സ്റ്റൺ സ്കെയിൽ ഡെവലപ്പ് ചെയ്തത്. തേഴ്സ്റ്റൺ സ്കെയിലിനെ ഈക്വൽ അപ്പിയറിംഗ് ഇൻ്റർവെൽ മെത്തേഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നമ്മളെ എക്സാമിൻ ചെയ്യാനായിട്ട് തരുന്നത്. അപ്പോൾ അതിനകത്ത് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നിന് നമ്മളതിനെ എഗ്രി ചെയ്യുക അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുക. അപ്പോൾ റെസ്പോണ്ടൻറ്റ് അത് ആരാണോ ടെസ്റ്റ് ചെയ്യുന്നത് അയാളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അയാൾ കൃത്യമായിട്ട് എഗ്രി ചെയ്യുകയോ ഡിസഗ്രി ചെയ്യുകയോ ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് എഗ്രി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് പിന്നീടുള്ള മെഷർമെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നത് എത്ര ക്വസ്റ്റ്യൻ എഗ്രി ചെയ്തു അതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. മീൻ മീഡിയം മോഡൊക്കെ കണ്ട് ഒത്തിരി കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് വേണം ഒരാളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി ടൈം കൺസ്യൂമിങ്ങും ആയിരുന്നു. ഡയറക്റ്റ് ആറ്റിറ്റ്യൂഡ് മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് ലിക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ലിക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത് തേഴ്സ്റ്റൺ സ്കെയിലിനെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് 1932 കാലഘട്ടങ്ങളിൽ. ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ലിക്കർട്ട് സ്കെയിൽ. അത് ലിക്കർട്ട് സ്കെയിലിനെ സമ്മേറ്റഡ് റേറ്റിംഗ് സ്കെയിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ലിക്കർട്ട് സ്കെയിലിംഗ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് സ്കെയിലിംഗ് മെത്തേഡ് ഇൻ വിച്ച് respondent indicate the extent of their agreement with each item on the scale. ഇവിടെ ആരാണോ എക്സാം എഴുതുന്നത് അയാൾ ആ ഓരോ തന്നിരിക്കുന്ന ഓരോ ഇഷ്യൂസിനും അല്ലെങ്കിൽ ഓരോ പ്രോബ്ലത്തിനും ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് 5 പോയിൻറ്റോ അല്ലെങ്കിൽ 7 പോയിൻറ്റ് സ്കെയിലാണ് നമുക്ക് ഈ ലിക്കർട്ട് സ്കെയിൽ കിട്ടുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് സ്ട്രോങ്ലി എഗ്രി ചെയ്യാനും എഗ്രി, അൺസർട്ടൺ, ഡിസഗ്രി ആൻഡ് സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറഞ്ഞ് അത്രയും ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് നമ്മുടെ ജസ്റ്റ് എഗ്രി ചെയ്യുവാണോ ഡിസഗ്രി ചെയ്യുവാണോ എന്നുള്ളതിന് മറിച്ച് ഒന്നും കൂടി നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമ്മുടെ മനോഭാവത്തെ ഒന്നും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ 5 പോയിൻറ്റ് അല്ലെങ്കിൽ 7 പോയിൻറ്റ് സ്കെയിൽ കൂടുതൽ സഹായിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഓരോ റെസ്പോൺസിനും കൃത്യമായ റാങ്കിങ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സ്ട്രോങ്ലി എഗ്രി എന്ന് പറയുന്നതിന് 5 മാർക്കാണ്, എഗ്രിക്ക് 4 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അൺസർട്ടൺ എന്ന് പറയുന്നതിന് 3 മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ ആൻസർ ചെയ്ത ഓരോ പോയിൻറ്റിൻ്റെയും സ്കോർ എത്രയാണോ ആ സ്കോറുകളെല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ ടോട്ടൽ എത്രയാണോ നോക്കിയിട്ടാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ എക്സാമിന് കിട്ടിയിരിക്കുന്ന മാർക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ഒത്തിരി ടൈം എടുക്കുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും അതിൻ്റെ റിസൾട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ റെസ്പോണ്ടൻറ്റ് ഇൻഡിക്കേറ്റ് ദെയർ ഓൺ ആറ്റിറ്റ്യൂഡ് ബൈ ചെക്കിങ് ഹൗ സ്ട്രോങ്ലി ദേ എഗ്രി ഓർ ഡിസഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എത്ര പവർഫുൾ, എത്ര സ്ട്രോങ് ആയിട്ടാണ് എഗ്രി ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര സ്ട്രോങ് ആയിട്ട് ഡിസഗ്രി ചെയ്യുന്നതെന്ന് അവർക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് അത്രയും പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ലിക്കർട്ട് സ്കെയിലിലുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ളതും അൺഫേവറബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും 2 രീതിയിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇത് പോപ്പുലർ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. ഡയറക്റ്റ് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മറ്റൊരു സ്കെയിലാണ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയുന്നത്. സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയുന്ന ഒരു 7 പോയിൻറ്റ് റേറ്റിംഗ് സ്കെയിലാണ് വിത്ത് n points associated with bipolar labels that have some semantic meanings. അപ്പോൾ തൊട്ട് താഴെ എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത് പവർഫുൾ വീക്ക് എന്ന് പറയുന്നത്. അപ്പം 2 സൈഡിലും ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെയുള്ള ആ ദൂരം 7 പോയിന്റ് സ്കെയിലുകളിലായിട്ട് നമ്മളത് അടയാളപ്പെടുത്തണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും അങ്ങേയറ്റത്തും ഏറ്റവും ഇങ്ങേയറ്റത്തും വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യവും അതിൻ്റെ അകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇതിൽ ഈ 7
പോയിൻ്റ് ഉള്ളതിൽ ഏത് പോയിന്റിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നമ്മളത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ചിലപ്പോൾ കൂടുതൽ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത്, ചില സമയങ്ങളിൽ റൈറ്റ് സൈഡിലും വരാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ചു നോക്കിയിട്ട് മാത്രമേ നമുക്ക് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലിൻ്റെ അകത്ത് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം പെട്ടെന്ന് ആദ്യത്തെ ഒരു സീരിയസിൽ ഇനി വന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ചോദ്യം മാറ്റിയോ കൊടുത്തിരിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മാർക്ക് ഓരോന്നിനും മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ട്രഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന പോലെ 7, 6, 5, 4, 3, 2, 1 എന്നുള്ള സ്കോറാണ് കൊടുക്കുന്നത്. അതിൻ്റെ ടോട്ടൽ എടുത്ത് തന്നെയാണ് ഇതിൻ്റെ നമ്മൾ എത്ര ആറ്റിറ്റ്യൂഡ്, അയാളുടെ ആറ്റിറ്റ്യൂഡിന് എന്തൊരു മാർക്കാണ് കിട്ടിയിരിക്കുന്നത് നോക്കുന്നത്. അതുപോലെ തന്നെ +3, +2, +1, 0, -1, -2, -3 എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് സ്കെയിലും ചില സമയത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നതും വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഒരുപാട് തെറ്റ് വരുത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഏറ്റവും വെരി പോസിറ്റീവും വെരി നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡ് അവിടെ പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് ചോയ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ചോദിക്കുകയാണ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇങ്ങനെ തന്നിരിക്കുകയാണ്. സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുകയാണ് പവർഫുൾ ടു വീക്ക് ആണെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് അതിയായ താല്പര്യമുള്ള ആളാണെങ്കിൽ ഞാൻ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ആ ഒരു പോയിന്റ് വേണം അടയാളപ്പെടുത്താനായിട്ട്. അപ്പം ഞാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ്, ന്യൂട്രൽ ആയിട്ടുള്ള ആളാണെങ്കിൽ അത് മിഡിൽ വരുന്ന ആയിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും വീക്ക് എന്നുള്ള ആ ഒരു ഏരിയയിലായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് വേണം. അതുപോലെ തന്നെ ആൻസറിൽ തന്നിരിക്കുന്ന 2 ലേബലുകൾ ഏതൊക്കെയാണെന്ന് നോക്കി അത് മനസ്സിലാക്കിയിട്ട് വേണം സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലിൻ്റെ അത് നമ്മൾ ഉത്തരങ്ങൾ ചെയ്യാനായിട്ട്. ഇത്രയും നേരം നമ്മൾ കണ്ടത് ഡയറക്റ്റ് ആറ്റിറ്റ്യൂഡ് മെഷർമെൻ്റ് ആണ്. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ആറ്റിറ്റ്യൂഡ് മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ ഇൻഡയറക്റ്റ് ആറ്റിറ്റ്യൂഡ് മെഷർമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ഒരാളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അൺക്ലിയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊടുക്കുന്നു. ഒരു പക്ഷേ ഒരു പിക്ചർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വേർഡ് ആയിരിക്കാം. അത് കണ്ടിട്ട് അവരോട് വാട്ട് ദേ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് എന്താണ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും അതിന് മുമ്പ് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന എന്താണ്, അപ്പോൾ പിക്ചറിൽ നിന്നോ അല്ലെങ്കിൽ ആ വേർഡ്സിൽ നിന്നോ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് ഒരു അവസരം കൊടുക്കുന്നു. അപ്പോൾ അവരറിയാണ്ട് തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ വേ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവരറിയാണ്ട് തന്നെ അത് എക്സ്പ്രസ് ചെയ്യുന്നു. അത് ഇവാലുവേറ്റ് ചെയ്താണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് വഴി ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ മെഷർ ചെയ്യുന്നത്. ദ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് ക്യാൻ ബി മെഷർഡ് ഫ്രം ഹിസ് റെസ്പോൺസ്. എന്ത് റെസ്പോൺസ് ആണോ തരുന്നത് അതിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെയാണോ തന്നിരിക്കുന്ന പിക്ചർ അൺക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു പിക്ചറിൽ നിന്നോ ഒരു വേർഡിൽ നിന്നോ അവരെന്തൊക്കെയാണോ ഗെസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണോ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിൽ നിന്ന് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ മെഷർ ചെയ്യുന്ന സമയത്ത് അയാളുടെ വ്യൂസ്, ഒപ്പീനിയൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എല്ലാം ഈ അൺക്ലിയർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അവരുടെ ചിന്താഗതികൾ അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങൾ, അവരുടെ വ്യൂസ് എല്ലാം അവർ അത് ചേർത്ത് വായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡും ഈ എക്സാം ആ സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ആരാണോ ഇതിന് വിധേയമാകുന്ന അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്നാന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിന് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന് ഒരു സയൻറ്റിഫിക് ആയിട്ടൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടൊരു മെഷർമെൻറ്റോ ഇതിനില്ല. പ്രത്യേകിച്ചൊരു ഒബ്ജക്റ്റീവ്സ് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു മെത്തേഡാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. റോച്ചസ് ഇൻബ്ലോക്ക് ടെസ്റ്റ്. റോച്ചസ് ഇൻബ്ലോക്ക് ടെസ്റ്റിൻ്റെ അത് നമ്മൾ
അൺക്ലിയർ ആയിട്ടുള്ള ഇമേജ് കൊടുത്തിട്ട് കുട്ടികളോട് അല്ലെങ്കിൽ അഡൽട്ട്സിൻ്റെ അടുത്ത് അതിൽ നിന്ന് അവർക്ക് എന്ത് മനസ്സിലായി, എന്താണ് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പിക്ചർ കാണുമ്പോൾ ഉള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്യും. അൺകോൺഷ്യസ് ആയിട്ട് തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യും. അതിൽ നിന്ന് നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നു. ദെൻ തീമാറ്റിക് അപ്രിസിപ്ഷൻ ടെസ്റ്റ്. ഇതിൻ്റെ അകത്തും ഒരു അൺക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ പിക്ചർ കൊടുത്തിട്ട് അതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നത്, എന്ത് മനസ്സിലായി, എന്തൊക്കെയാണ് ആ പിക്ചർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വ്യക്തി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മെഷർ ചെയ്യാൻ പറ്റുന്നു. ഡ്രോ എ പേഴ്സൺ ടാസ്ക്. ദെൻ ഇതിൻ്റെ അകത്ത് നമ്മളോട് പറയുന്നത് ഒരാളിൻ്റെ, ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു സിറ്റുവേഷൻ്റെയോ പിക്ചർ നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു പിക്ചറുമായിട്ടുള്ള ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഫങ്ഷനിങ് നമുക്ക് അസസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കൊഗ്നിറ്റീവ് എബിലിറ്റി നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതിലൂടെ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് പറ്റും. അപ്പോൾ ഈ 3 ടെസ്റ്റുകളാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ അടുത്ത്, വലിയ ആളുകളുടെ അടുത്ത് വേരിയസ് പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ ആളുകളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്. Then we can see the significance of attitude scale. They provide necessary information to the teacher about students' attitude. Accordingly, the teacher can provide assistance to individual in selection of occupation and further study. ഇവിടെ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ, അത് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ വെച്ച് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മെഷർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടീച്ചറിന് കുട്ടി എന്ത് ആറ്റിറ്റ്യൂഡുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഫർദറായിട്ട് ഇനി എന്ത് പഠിക്കണം എന്നോ അല്ലെങ്കിൽ ഏത് ജോലി നേടണം എന്നുള്ള കാര്യത്തിലൊക്കെ കുട്ടികളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ടീച്ചറിന് കൃത്യമായിട്ട് പറ്റുന്നു. From attitude scale, the teacher can know and understand the people individually. On its basis, they can be able to change the negative attitude of pupil into positive one. അതായത് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ അനുസരിച്ച് നമ്മൾ ഒരു ടീച്ചർ ഒരു കുട്ടിയെ അസസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഒരു കുട്ടിയെക്കുറിച്ചുള്ള ടീച്ചറിന് കൃത്യമായിട്ടൊരു അറിവ് കിട്ടുന്നു. കുട്ടിയുടെ സ്വഭാവം എന്താ, അല്ലെങ്കിൽ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നും കൃത്യമായിട്ട് ടീച്ചർ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ എന്തെങ്കിലും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റാനും അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ടീച്ചേഴ്സിന് ലഭിക്കുന്നു. ദേ ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ആറ്റിറ്റ്യൂഡ് പാറ്റേൺസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാംസ് ഇൻ അറേഞ്ച്ഡ് ആസ് പെർ ദ നീഡ് ഓഫ് ദി ഇൻഡിവിജ്വലിൻ്റെ നീഡിനനുസരിച്ച് ഗൈഡൻസ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ, ഡയറക്റ്റ് മെഷർമെൻറ്റും ഇൻഡയറക്റ്റ് മെഷർമെൻറ്റും എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടെസ്റ്റുകളെക്കുറിച്ചും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് സ്കെയിലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.